ഞങ്ങളുടെ കൂടെ ലൂഡോ കളിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കള്ളക്കളി അതൊക്കെ ചെയ്യും മുത്തശ്ശൻ. പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തൊക്കെ പോയിരുന്ന് എഴുതാൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ മുത്തശ്ശൻ ഒരു ഏകാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം തീർത്തിട്ട് അങ്ങനെ ഇരുന്നാണ് എഴുതിയിരുന്നത്. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ. മുത്തശ്ശൻ എന്ത് എഴുതിയാലും ആദ്യം അച്ഛമ്മേനെയാണ് ആദ്യം കേൾപ്പിക്കുക. അത് കഴിഞ്ഞിട്ടാണ് അത് പബ്ലിഷ് ചെയ്യുന്നവർക്ക് കൊടുക്കുള്ളൂ. ഒരു മാത്ര ഇപ്പോൾ കരിയറായിട്ട് ഇത് വേണമെന്ന് തോന്നിയത് മോനൊക്കെ ഉണ്ടായ ശേഷമാണ്. കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിലാണ് സീരിയസ്നെസ് വന്നത്. പാട്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പ്രാധാന്യം സിനിമയിൽ അത്ര ഇല്ല ഇപ്പോൾ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറിട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ. മുത്തശ്ശൻ്റെ ഏറ്റവും അടുപ്പം ദേവരാജൻ അപ്പൂപ്പനായിട്ടായിരുന്നു. മാസ്റ്റർ എന്നാണ് എല്ലാവരും വിളിക്കുക. അപ്പോൾ അദ്ദേഹം എന്നോട് നീ എന്നെ മാസ്റ്റർ എന്ന് വിളിക്കരുത്, അപ്പൂപ്പനെ വിളിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞ അങ്ങനെ. അപ്പോൾ അത്രയും അവർ തമ്മിലുള്ള ഒരു സഹോദരങ്ങളെ പോലെയുള്ള ഒരു അടുപ്പം അവർ തമ്മിലുണ്ട്. നെല്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ. മലയാള ഭാഷയിൽ തന്നെ പാട്ടുകളിലൂടെയും കവിതകളിലൂടെയും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ഒരേ ഒരു പേരായിരുന്നു ONV. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളും പിന്നണി ഗായികയുമായ അപർണ രാജീവാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം ആതിര. ONV സാറിനെ പറ്റി പറയാനാണെങ്കിൽ വാക്കുകളില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളായ അപർണയ്ക്ക് ഒരുപാട് ഓർമ്മകളായിരിക്കും അദ്ദേഹത്തെ പറ്റി പറയാനുണ്ടായിരിക്കുക. എങ്ങനെയായിരുന്നു ബാല്യകാലം തൊട്ട് തന്നെ ONV എന്ന ആ ഒരു മുത്തശ്ശൻ എങ്ങനെയൊക്കെയായിരുന്നു അപർണയുടെ ജീവിതത്തെ സ്വാധീനിച്ചത്? ശരിക്കും അത് ഒരു വാക്കിൽ അല്ലെങ്കിൽ നമുക്കൊരു സെൻറ്റൻസിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ, അമ്മ, അച്ഛൻ, ഞാൻ, മുത്തശ്ശൻ, അച്ഛമ്മ ഞങ്ങൾ ഒരുമിച്ചാണ്, ഒരു കൂട്ടുകുടുംബം പോലെയാണ് ഞാൻ ആ ഒരു സാഹചര്യത്തിലാണ് വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മയുള്ള നാൾ തൊട്ട് അമ്മയും അച്ഛനെയും ഇപ്പം ഞാൻ കാണുന്ന പോലെയാണ് മുത്തശ്ശനും അച്ഛമ്മയും കൂടെ ഉണ്ട്. കുഞ്ഞുനാൾ തൊട്ടുള്ള ഒരുപാട് ഓർമ്മകളാണ് ഇങ്ങനെ. ഞാൻ കൂടാതെ വേറെ 2 പേരക്കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ ലൂഡോ കളിക്കുക, അങ്ങനെയൊക്കെയുള്ള കളികളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കള്ളക്കളി അതൊക്കെ ചെയ്യും മുത്തശ്ശൻ. ആ ഒരു ഏജിലൊക്കെ നമുക്ക് ശരിക്കും മുത്തശ്ശൻ എന്താണ് എന്നുള്ളത് നമുക്ക് ഒരുപാട് അത്രയും അറിയാറായിട്ടില്ലല്ലോ, കുഞ്ഞു കുട്ടിയൊക്കെ ആകുമ്പോഴേ. അപ്പോൾ എപ്പോഴും മുത്തശ്ശൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് കാണാം ഒരു വീട്ടിലൊരു മുറിയിലിരുന്നിട്ട്. പിന്നെ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് എന്താ പറയുക, പ്രത്യേകിച്ച് മലയാളം ടീച്ചേഴ്സിൻ്റെ ഒക്കെ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും പിന്നെ മുത്തശ്ശൻ്റെ കവിതകൾ പഠിക്കാൻ ഉണ്ടായിരുന്നു പാഠപുസ്തകത്തിൽ. അപ്പോൾ അതൊക്കെ ഒരു ശരിക്കും ഭയങ്കര അഭിമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എപ്പോഴും ONV സാറിൻ്റെ മുഖത്ത് ആ ഒരു ചിരിയും ആ ഒരു വട്ടക്കണ്ണടയും എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി ആയിരുന്നു ആ ഒരു പുഞ്ചിരി. എപ്പോഴും വീട്ടിലായിരുന്നപ്പോഴായിരുന്നെങ്കിലും എപ്പോഴും ഇങ്ങനെ സൗമ്യനായൊരു ആളായിരുന്നു അദ്ദേഹം. സൗമ്യനൊക്കെ തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ദേഷ്യം വരേണ്ട കാര്യങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നെ, അതൊക്കെ ഉണ്ട്. ഒരു സാധാരണ ഒരു മുത്തശ്ശനും മോളും എങ്ങനെയായിരിക്കും അതേപോലെ തന്നെയായിരുന്നു. ഇപ്പം എഴുതാനൊക്കെ ആണെങ്കിലും ഇപ്പം എഴുത്തുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ കവിത പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പെർട്ടിക്കുലർ സ്പേസ് അല്ലെങ്കിൽ ഒരു ഇടം എപ്പോഴും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ONV സാറിനും ഇതുപോലെ ഒരു അദ്ദേഹത്തിൻ്റെ കവിതകൾ എഴുതാനായിട്ട് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു മുറി ഉണ്ടായിരുന്നു? ഉണ്ട്. മുത്തശ്ശന് വീട്ടിൽ തന്നെ ഇരുന്ന് ആ ഒരു മുറിയിൽ എഴുതാനായിരുന്നു മുത്തശ്ശന് താല്പര്യം. അപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് ഏകാന്തമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ എഴുതാനൊന്നും അങ്ങനെ മുത്തശ്ശന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വലിയ ഭംഗിയുള്ള പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തൊക്കെ പോയിരുന്ന് എഴുതാൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ ഞങ്ങളുടെ എല്ലാവരും വീട്ടിലുണ്ടാവുകയും പിന്നെ ആ വീട്ടിൽ തന്നെ മുത്തശ്ശനൊരു ഏകാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം തീർത്തിട്ട് അങ്ങനെ ഇരുന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ ആ ഒരു റൂം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ എഴുതുന്ന സമയത്ത് പക്ഷെ നമ്മൾ TV കാണുക അല്ലെങ്കിൽ പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ ശബ്ദമൊക്കെ വളരെ കുറച്ച് വയ്ക്കും. നമുക്കറിയാം അത് മുത്തശ്ശന് ചിലപ്പോൾ ദേഷ്യം വരും. അങ്ങനെ നമ്മൾ ഒരുപാട് മുത്തശ്ശൻ ആ ഒരു സമയത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് നമ്മൾ ഇടയ്ക്ക് ആ മുറിയിലേക്ക് വെറുതെ കയറി ചെല്ലുക, അതൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം സ്നേഹത്തെ പറ്റിയൊക്കെ അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആ ഒരു സ്നേഹം ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ജാതകം ഓക്കെ ആവാതെ ഇരുന്ന ആ ഒരു സന്ദർഭത്തിൽ പോലും അദ്ദേഹം അത് ആ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ അന്നേരം നോക്കിക്കോളാം എന്ന് പറഞ്ഞ ഒരു ഡിസിഷൻ എടുത്തായിരുന്നു കല്യാണത്തിലേക്കൊക്കെ വന്നത്. അപ്പം അവരുടെ ഒരു സ്നേഹം എനിക്ക് തോന്നുന്നു കൊച്ചുമോളായിരുന്നെങ്കിലും എപ്പോഴും മുത്തശ്ശിയുടെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ. അപ്പം അവരുടെ എങ്ങനെയായിരുന്നു അവരുടെ സ്നേഹം? മുത്തശ്ശൻ്റെ അച്ഛമ്മയുടെയും ഭയങ്കര രസമായിരുന്നു. മുത്തശ്ശൻ എന്ത് എഴുതിയാലും ആദ്യം കേൾപ്പിക്കുന്നത് അച്ഛമ്മയാണ്. ഞാൻ അച്ഛമ്മ എന്നാണ് വിളിക്കുക. അച്ഛമ്മേനെയാണ് ആദ്യം കേൾപ്പിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അത് പിന്നെ എന്താ പറയുക അത് ആ പബ്ലിഷ് ചെയ്യുന്നവർക്ക് കൊടുക്കുള്ളൂ. എന്താ പറയുക ഒരു ഭയങ്കര പ്രത്യേകമായിട്ടുള്ളൊരു കെമിസ്ട്രി, ഒരു ഭയങ്കര ഐക്യം. പിന്നെ അല്ലാതെ പക്ഷെ വഴക്ക് കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളെല്ലാവരും അതിന് ഞങ്ങളുടെയൊക്കെ ഇടയിൽ നിന്നിട്ട് തന്നെയാണ് മുത്തശ്ശൻ അച്ഛമ്മയൊക്കെ വഴക്ക് കൂടുകയും അത് ചെയ്യുമ്പോൾ അതെല്ലാം ശരിയാ അങ്ങനെ അതെല്ലാം എല്ലാത്തിനും സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു
മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ്. അതെ. ആ ഓർമ്മകളെ പറ്റി പറയുമ്പോൾ നമ്മളൊക്കെയാണെങ്കിലും പാഠപുസ്തകങ്ങൾ ഒരുപാട് കവിതകൾ ONV സാറിൻ്റെ പഠിച്ചിട്ടുണ്ട്. സിനിമകളിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ കേട്ട മലയാളികൾ തന്നെയാണ്. അപ്പം അപർണയോട് ചോദിക്കുകയാണ്, ഏതൊരു പാട്ടാണ് അല്ലെങ്കിൽ ഏതൊരു കവിതയാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയത് അല്ലെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന? മുത്തശ്ശൻ്റെ കവിതകൾ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്റ്റേജിൽ ഒരു കവിത, മുത്തശ്ശൻ്റെ കവിത ചൊല്ലുന്നത്. ഒരു കവിത ആയിട്ട് തന്നെ, മുത്തശ്ശൻ്റെ എന്നല്ല, ഒരു കവിത ചൊല്ലുന്നത് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ സ്റ്റേജിൽ. അപ്പോൾ അത് കുഞ്ഞെടുത്തിയായിരുന്നു. പിന്നെ അതുപോലെ കോതമ്പ് മണികൾ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട കവിതകളിൽ ഒന്നാണ്. നന്ദി, പിന്നെ നിശാഗന്ധി നീ എത്ര ധന്യ, അങ്ങനെ കുറച്ച് കവിതകൾ ഇഷ്ടമുള്ളതുണ്ട്. ഇപ്പം പ്രത്യേകമായിട്ട് ഒരു പാട്ടോ ഒരു കവിതയോ ഒന്ന് നമുക്ക് വേണ്ടി. ഞാൻ നന്ദി എന്നുള്ള കവിതയുടെ കുറച്ച് വരി ചൊല്ലാം. ഇതിപ്പോൾ ഈ കവിതയ്ക്ക് ഞാനിപ്പോൾ ഈ പാടാൻ പോകുന്നത് മ്യൂസിക് ആ ഒരു വേർഷൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അച്ഛനാണ്. ഞാൻ അതിൽ ചൊല്ലാം. നന്ദി നീ തന്നൊരിളം നീലരാവുകൾക്കെന്നെ കുളിരണീച്ച നിലാവുകൾക്കെന്നെ ചിരിപ്പിച്ച നക്ഷത്രമുല്ലകൾക്കെൻ്റെ കാന്തതൻ പുഴയോരത്ത് കൊച്ചുകാറ്റിൻ്റെ കൊതുമ്പുവെള്ളത്തിൽ നീറ്റിയയച്ച വിശിഷ്ടഗന്ധങ്ങൾക്കുമെല്ലാം എനിക്കു കനിഞ്ഞു നീ തന്നതിനെല്ലാം പ്രിയപ്പെട്ട ജീവിതമേ നന്ദി നന്ദി. ഈ കവിതകളിൽ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജീവിതം സംഗീത കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾ, അതായത് ഇപ്പം മുത്തശ്ശനാണെങ്കിലും ഒരു ലിറിസിസ്റ്റ്, ഒരു ലെജൻഡ്, അച്ഛനാണെങ്കിലും മ്യൂസിക് കമ്പോസർ, അതിനുശേഷം കൊച്ചുമകൾ അല്ലെങ്കിൽ മകളായിട്ടും സംഗീതത്തിലേക്ക് തന്നെ വരുന്നു. അപ്പം പിന്നണി ഗായിക എന്നൊരു ഫീൽഡിലേക്ക് എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സംഗീത കുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു ആക്ച്വലി? അത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെറുതാകുമ്പോൾ തൊട്ടേ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലെല്ലാം പാടുമായിരുന്നു. പിന്നെ പിന്നണി ഗാനരംഗത്തേക്ക് വരുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. 18 വയസ്സുള്ളപ്പോഴാണ് വരുന്നത്. ഞാൻ 12th കഴിയുന്ന സമയമാണ്. ആ ഒരു സമയത്ത് അത്രയും ഒരു സീരിയസ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കരിയറായിട്ട് ഇത് തന്നെയാണ് എന്നുള്ളൊരു അങ്ങനെയൊന്നും ഞാൻ ഒരുപാട് തീരുമാനിച്ചിരുന്നില്ല. അപ്പോൾ വരുന്ന സിനിമകളിൽ പോയി പാടുക എന്നുള്ളതായിരുന്നു അപ്പോൾ ചെയ്തിരുന്ന ഒരു കാര്യം. പിന്നെ വരികൾ ഇതേപോലെ മുത്തശ്ശനെ പാടി കേൾപ്പിക്കുമ്പോൾ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് പോയി തിരുത്തി അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ അതെപ്പോഴും എൻ്റെ മനസ്സിൽ പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമാണ്. ഉച്ചാരണം ഇങ്ങനെ മുത്തശ്ശൻ എപ്പോഴും അത് പറയുന്നുണ്ട്. ചെറുതാകുമ്പോൾ തൊട്ടേ പാട്ടുകളിലും കവിതകളിലൊക്കെ ചൊല്ലുമ്പോൾ ആ ഒരു എന്തെങ്കിലും ചെറിയൊരു തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ വാക്കുകൾ മുറിക്കുന്നതോ അതൊക്കെ വളരെ ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വം മുമ്പ് തൊട്ടേ തോന്നിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഇപ്പോൾ കരിയറായിട്ട് ഇത് വേണമെന്ന് തോന്നിയത് മോനൊക്കെ ഉണ്ടായ ശേഷമാണ്. കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിലാണ് സീരിയസ്നെസ് വന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വഴി എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ഒരുപാട്, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മുത്തശ്ശൻ തന്നെയായിരിക്കും സന്തോഷിച്ചത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ആ ഒരു ഇപ്പോൾ ഇന്നൊരാളുടെ കൊച്ചുമോള് എന്നുള്ള രീതിയിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ അങ്ങനെ ഒരു രീതിയിൽ എന്തായാലും കാണും എന്നെ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇത് വരുമ്പോൾ ഇങ്ങനെ മുത്തശ്ശൻ്റെ പേരും കൂടി അതിലേക്ക് വരും, മുത്തശ്ശൻ്റെ പേരും കൂടി മോശമാവും എന്നുള്ളൊരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിനാണെങ്കിലും ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം സംഗീത ലോകത്തിലാണെങ്കിലും അത്രയധികം പീക്കിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിനുശേഷം ജനറേഷൻസ് ഇങ്ങനെ വന്ന് 3ാം ജനറേഷനിൽ എത്തി നിൽക്കുമ്പോഴാണെങ്കിലും സംഗീതത്തിൽ നിന്ന്, അതായത് ഇപ്പം സിനിമാ രംഗത്താണെങ്കിലും അപർണയ്ക്ക് അവസരങ്ങൾ തേടി വരുന്നുണ്ടോ അതോ പോവാത്തതാണോ, എങ്ങനെയാണ്? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പോവാത്തതൊന്നുമല്ല. 2014-15 തൊട്ടാണ് ഒരു കരിയർ ഇത് മതി എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയത്. 2014 പകുതിയൊക്കെ തൊട്ട്. അപ്പോൾ അതുവരെയും സിനിമകളിൽ പക്ഷേ ഞാൻ അപ്പോഴും പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഡൽഹിയിലേക്കാണ് പോയത്. അവിടെ ഒരു 2 വർഷം ഡൽഹിയിലായിരുന്നു. അപ്പോൾ കുറച്ച് കുറവായിരുന്നു അവസരങ്ങൾ. കാരണം നമ്മൾ ഇവിടെ നിന്ന് പോയി എന്ന് വരുമ്പോൾ ആൾക്കാർക്ക് ഞാൻ ഫീൽഡ് വിട്ടുപോയോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് വിളിച്ചാലും ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഞാൻ എത്തണം. അപ്പോൾ ആ ഒരു ഇത് കാരണം കുറച്ച് അവസരങ്ങൾ അങ്ങനെ എനിക്ക് പോയിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് മസ്കറ്റിൽ, സിദ്ധാർത്ഥന് മസ്കറ്റിലേക്ക് ജോലി കിട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ഒരു 2 വർഷം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെയാണ് 2014 തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നത്. അതിനുശേഷം ഞാൻ അങ്ങനെ വീട്ടിൽ തന്നെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അവസരങ്ങൾ എന്നെ തേടി വരുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. കാരണം ഈ ഫീൽഡിലുള്ള എല്ലാവരും ചെയ്ത പോലെ തന്നെയാണ്. ഞാനും ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിനെ പോയി കാണുക, പാട്ട് നമ്മൾ പാടി ഇതൊക്കെ കേൾപ്പിക്കുക, എന്താ പറയുക, ആൽബംസ് പുതിയത് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ സിനിമയിൽ അതെല്ലാം അവർക്ക് അയച്ചു കൊടുക്കുക, അതെല്ലാം ഞാൻ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അതൊന്നും ചെയ്യാതെ ഇരുന്നിട്ടുള്ള അവസരങ്ങളൊന്നും അങ്ങനെയൊന്നുമല്ല. പക്ഷേ പിന്നെ
ഓരോ നമുക്ക് ഉള്ളത് നമുക്ക് വരും എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ തേടി നല്ല അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ പാട്ടിലെല്ലാം വളരെ നല്ല പാട്ടിലാണ്. തുടങ്ങിയ പാട്ടായിരുന്നു പുന്നെല്ലിൻ കതിരോല. അതെ, പുന്നെല്ലിൻ കതിരോല ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ ആ ഒരു പാട്ടിൽ തുടങ്ങി തന്നെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതെ, വിദ്യാസാഗർ സാറിന്റെ സംഗീതമാണ്, അതാണ് മറ്റൊരു വലിയൊരു സന്തോഷം. പുന്നെല്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ, പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറിയിട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ, എന്നിനേ 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 പോകും നാം എൻ്റെ നെഞ്ചിൽ കുറുകുന്ന പൊൻപ്രാവേ, പുന്നെല്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ. ഇങ്ങനെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെയൊക്കെ കവിതകൾക്ക് അല്ലെങ്കിൽ പാട്ടുകൾക്കൊക്കെ ആണെങ്കിലും പരിഭംഗി നമ്മൾ എടുത്തു പറയുന്നതാണ്. കാരണം ഓരോ വരികളിലൂടെയും പറഞ്ഞു തരുന്നതും അറിയുന്നതുമായിട്ട് ഒരുപാട് അർത്ഥങ്ങളാണ്, അല്ലെങ്കിൽ ഒരുപാട് ഇമോഷൻസിലേക്കൊക്കെയാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇന്നത്തെ ഒരു പാട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ, എന്നാലും ഇന്നത്തെ പാട്ടുകളിൽ വരിഭംഗി അത്ര ഇല്ല. കാരണം വരിഭംഗിയേക്കാൾ കൂടുതലും വേറെ തലങ്ങളൊക്കെ നോക്കിയാണ് ഇന്നത്തെ ഒരു മ്യൂസിക് ഇൻഡസ്ട്രി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്താണ് അവരുടെ ഒരു അഭിപ്രായം? അല്ല, ഞാനങ്ങനെ എല്ലാ പാട്ടിലും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നല്ല വരികൾ, നല്ല ഗാനരചയിതാക്കൾ ഇപ്പോഴും ഇപ്പോൾ ഹരിനാരായണൻ ചേട്ടനും അല്ലെങ്കിൽ വിനായക്, അൻവർ അലി, അങ്ങനെയൊക്കെയുള്ള ചേട്ടൻ, അവരൊക്കെ എന്താ പറയുക, അവരുടെയൊക്കെ വരികൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുറേ നല്ല പാട്ടുകളുണ്ട് അവരുടെ. അപ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് കൊള്ളില്ല അല്ലെങ്കിൽ പോരാന്ന് പറയാൻ അങ്ങനെ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസം, എനിക്ക് തോന്നുന്നു പാട്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പ്രാധാന്യം സിനിമയിൽ അത്ര ഇല്ല ഇപ്പോൾ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ചില നല്ല പാട്ടുകളായിരിക്കും, പക്ഷെ അത് സിനിമയുടെ ഇങ്ങനെ ആ ഒരു സിനിമ പോകുന്ന ആ ഒരു കഥയുടെ കൂടെ അതിങ്ങനെ ആ പാട്ട് അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആ പാട്ട് ചിലപ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണമെന്നില്ല. പിന്നെ അത് യൂട്യൂബിൽ കേൾക്കുമ്പോഴാണ് ഈ പാട്ട് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആ സിനിമയിൽ ഞാൻ അത് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അത്രയും ശ്രദ്ധിച്ചില്ല ആ പാട്ട് എന്ന് പിന്നെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ മുമ്പൊക്കെ ഒരു പാട്ടിന് വേണ്ടി നമ്മൾ ഗാനം ചിത്രീകരിക്കുകയല്ലേ, അങ്ങനെ ഒരു പാട്ടിന് വേണ്ടി ഇപ്പോൾ ഒരു ചിത്രീകരണം എന്നുള്ളത് ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം 2Ks ഒക്കെ കാലമാണ്. അപ്പം വായനയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ അകന്ന് നിൽക്കുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു എൻട്രി അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഭാഗങ്ങളിലൊക്കെ. അങ്ങനെ നമ്മൾ ടെക്നിക്കലായിട്ടും ഒരുപാട് അപ്ഡേഷൻസ് നടക്കുന്നുണ്ടെങ്കിലും പുസ്തക വായനയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപർണയുടെയൊക്കെ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ ബാല്യകാലം സാഹിത്യ സമ്പന്നമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കഥകൾ പറയാനാണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ഇപ്പം പാട്ടുകളാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികളിൽ ഈ ഒരു വായന അല്ലെങ്കിൽ ഈ ഒരു ബോണ്ടിങ് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിനെപ്പറ്റി അല്ല, അത് കുറേ ശരിയാണ്. ഇപ്പോഴത്തെ ഒരു കാലത്തിനൊത്ത് വരുന്ന ഒരു കുറേ നമ്മളിപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആകുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന നല്ല ഗുണങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട് എന്ന് പറയുന്ന പോലെയുള്ള ചീത്ത വശങ്ങളാണ് ഈ വായനയും അതിനോടൊക്കെയുള്ള ആ ഒരു താല്പര്യം കുറഞ്ഞ് പിന്നെ ഇപ്പോൾ ഡ്രഗ്സും അങ്ങനെയൊക്കെയാണല്ലോ. നമ്മളിപ്പോൾ ഈ കുട്ടികളുടെ ഓരോ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ ഞാനിപ്പോൾ 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ഒരു സമാധാനം നമുക്ക് കിട്ടില്ല ഇങ്ങനത്തെ ഇപ്പോഴത്തെ ന്യൂസും ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ ശരിയാണ്, എനിക്ക് തോന്നാറുണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിൽ ഇങ്ങനെ എൻ്റെയൊക്കെ സമയത്ത് ഇങ്ങനെ കൂടുതൽ പുസ്തകങ്ങൾ നമുക്ക് എടുത്ത് അച്ഛനായാലും മുത്തശ്ശനൊക്കെ എടുത്ത് വായിക്കാനായിട്ട് തരും. പിന്നെ സ്കൂളിലാണെങ്കിലും ഇപ്പോൾ ഒരു വായനയ്ക്ക് വേണ്ടി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ചില സ്കൂൾസിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ റീഡിങ് ക്ലബ്ബൊക്കെ പോലെ ഇപ്പോഴും ഉണ്ട്. തീരെ ഇല്ലാതൊന്നും ആയിട്ടില്ല, പക്ഷേ കൂടുതൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയും അതൊക്കെയും കുട്ടികൾ ഇപ്പോൾ കുറേ യൂസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ റീൽസ് കാണുക, അങ്ങനെ ഒരുപാട് വേറെ ഡിസ്ട്രാക്ഷൻസും ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് കുറേ ഓപ്ഷൻസ് ഉണ്ട് കുട്ടികൾക്ക് ഇപ്പോൾ. മറ്റേത് നമുക്ക് ആഴ്ചയിൽ ദൂരദർശനിൽ വരുന്ന ചില സിനിമയും അല്ലെങ്കിൽ ചിത്രഗീതമോ അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് നമ്മുടെ ഒരു അതിനുവേണ്ടി കാത്തിരിക്കും. അല്ലാത്ത സമയം നമുക്ക് വേറെ കളിക്കുക, പുറത്തിറങ്ങി കളിക്കുക അല്ലെങ്കിൽ വായിക്കുക, അതേ ഉള്ളൂ നമ്മുടെ ഒരു ഒരു ദിവസം ചോദിക്കായിരുന്നു എങ്ങനെയായിരുന്നു കൂട്ടുകുടുംബമാണെന്ന് പറഞ്ഞ എല്ലാവരും കൂടെ അമ്മയച്ഛനും ഞാനും മുത്തശ്ശനും അച്ഛമ്മയും പിന്നെ മുത്തശ്ശന്റെ മകളും ഹസ്ബൻഡ് അവര് പുറത്തായിരുന്നു. പക്ഷെ ഇതേപോലെ അവധിക്കൊക്കെ അവരും വരും, കുട്ടികളും വരും. അപ്പൊ എല്ലാരും കൂടി ആ സമയത്ത് രസമാണ്. അവധിയാവുമ്പോൾ ഒരു സാധാരണ ഒരു ദിവസം സ്കൂളിൽ പോയി തിരിച്ചു വരും, വിശേഷങ്ങളൊക്കെ പറയും അല്ലെങ്കിൽ പഠിക്കുക, അങ്ങനെ അങ്ങോട്ട് പോവും. അവധിയാവുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ അവധി അങ്ങനെ ഒരുപാട് അവധിക്കാലത്ത് നിന്നിട്ടില്ല. കാരണം ഞങ്ങളുടെ ആരുടെയും നാട് തിരുവനന്തപുരം അല്ല. അപ്പോൾ അച്ഛമ്മയുടെ അച്ഛൻ്റെയൊക്കെ നാട് ഷൊർണൂരാണ്.
അമ്മയുടെ നാട് എറണാകുളമാണ്. അപ്പം ഞാനെപ്പോഴും ഈ 2 സ്ഥലത്തായിട്ടാണ് മാറി മാറി 10 ദിവസം കിട്ടി 5 ദിവസം എറണാകുളം, 5 ദിവസം ഷൊർണൂർ, അങ്ങനെയാണ് നിൽക്കുക. അപ്പോൾ മുത്തശ്ശനും ഷൊർണൂർ പോയിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു, പക്ഷെ അതെല്ലാം ഭയങ്കര രസമുള്ള ഓർമ്മകളാണ്. കസിൻസ് എല്ലാവരും കൂടി ഒരുമിച്ച് വരികയും. ഇപ്പം ONV സാറിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പാട്ട് ഒരു നറു പുഷ്പമായി എന്നേർക്ക് നീളുന്ന ആ ഒരു പാട്ടിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം മുത്തശ്ശൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന മുത്തശ്ശിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അല്ല, മുത്തശ്ശി അച്ഛമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രായമായതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് വേർട്ടിഗോയുടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്, തലകർക്കം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട്. കൂടെ ഒരു ഹോം നേഴ്സ് ഉണ്ട്. പിന്നെ അമ്മയച്ഛനും കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ അച്ഛമ്മ, പിന്നെ ഞാനും കുട്ടികളും ഇപ്പോൾ സിദ്ധാർത്ഥൊക്കെ ഞങ്ങൾ തൊട്ടടുത്തല്ലേ താമസിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അവിടെ പോവും വീട്ടിൽ. ഞാൻ ഒരു നേരം എന്തായാലും അവിടെ നിന്ന് തന്നെയാണ് കഴിക്കുക. അപ്പോൾ കുട്ടികൾ വരുന്നത് നോക്കി അച്ഛമ്മ ഇരിക്കും. എൻ്റെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന നേരെ അങ്ങോട്ടേക്കാണ് ആദ്യം ചെല്ലുക. എന്നിട്ടാണ് പിന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ. കുട്ടികൾ വരുന്ന സമയം ഇങ്ങനെ അച്ഛമ്മ നോക്കി ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒരു അവരുടെ സ്കൂളിലെ വിശേഷങ്ങൾ കേൾക്കുക. അപ്പോൾ അച്ഛമ്മ ഇപ്പോൾ ആ ഒരു അവരുടെ ഒരു ലോകത്തിലാണ്. മുത്തശ്ശൻ്റെ തൂലികയിൽ സ്നേഹം വിടർന്നപ്പോൾ എപ്പോഴെങ്കിലും മുത്തശ്ശിക്ക് വേണ്ടി അല്ലെങ്കിൽ മുത്തശ്ശി ആ സ്നേഹത്തിൽ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു കവിതയിലോ ഒക്കെ വന്നിരുന്നോ? അയ്യോ, അങ്ങനെ എനിക്ക് അറിയില്ല. എപ്പോഴും പറഞ്ഞിരുന്നോ മുത്തശ്ശിക്ക്? മുത്തശ്ശിന് ഒരുപാട് പ്രണയഗാനങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ അതിലിപ്പോ അത് ഏതൊക്കെ അച്ഛമ്മേനെ അങ്ങനെ എനിക്കറിയില്ല അതൊന്നും. പക്ഷെ ഒരുപാട് മനോഹരമായിട്ടുള്ള പരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരുപാട് നല്ല നല്ല, ഇപ്പൊ ഒരു നറു പുഷ്പം പറഞ്ഞ പോലത്തെ അത് ഒരു പ്രണയഗാനമാണല്ലോ. അദ്ദേഹത്തിന്റെ ഒരു പ്രണയഗാനം നമുക്ക് വേണ്ടിയൊന്ന്. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അദ്ദേഹത്തിന്റെ വേർപാട് ഏകദേശം 9 വർഷങ്ങളായി. 9 വർഷങ്ങളിൽ എത്തി നിൽക്കുന്നത്. അപ്പം അദ്ദേഹത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കൊച്ചുമോൾ എന്ന നിലയിൽ മിസ് ചെയ്യുന്നത് എന്തായിരിക്കും? അങ്ങനെ ഒരു കാര്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം മുത്തശ്ശൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഇടപെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. എല്ലാത്തിലും, പാട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പം ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ പഠിക്കുന്നത് എന്താണെന്നോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും മുത്തശ്ശനറിയാം. അവരൊക്കെ വീട്ടിൽ വരും, അവരുടെയൊക്കെ പേര് മുത്തശ്ശനറിയാം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് ഇപ്പോൾ കോളേജിലാവുമ്പോൾ മുത്തശ്ശനോട് ഞാൻ സംശയങ്ങളൊക്കെ പോയി ചോദിച്ചിട്ടുണ്ട്, മലയാളത്തിലുള്ള കവിതകളുടെ. അങ്ങനെ അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ഇത് വന്നപ്പോൾ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കല്യാണമായിരുന്നു. അപ്പോൾ അറിയുന്ന ഫാമിലി തന്നെയാണ്. അപ്പോൾ അത് മുത്തശ്ശന് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. സിദ്ധാർത്ഥിനെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ മോനുണ്ടായപ്പോൾ മോൻ്റെ പേര് മുത്തശ്ശനാണ്. ഞങ്ങൾ മുത്തശ്ശൻ്റെ അടുത്താണ് പറഞ്ഞത് ഏത് പേര് സെലക്ട് ചെയ്ത് തരാനൊക്കെ. അപ്പോൾ മുത്തശ്ശനാണ് ഗൗതം എന്നുള്ള പേര്. കാരണം സിദ്ധാർത്ഥ്, അപ്പോൾ അങ്ങനെ ഗൗതം, അങ്ങനെ ഒരു മാച്ചിങ്. അങ്ങനെ ഓരോ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും മുത്തശ്ശൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇന്ന കാര്യം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടുള്ളത്, ഇപ്പം നമുക്ക് പാട്ടിൽ പെട്ടെന്ന് എനിക്കിപ്പോൾ ഒരു അംഗീകാരം കിട്ടുമ്പോൾ അപ്പം മുത്തശ്ശൻ ഇല്ലല്ലോ ഈ സന്തോഷം പറയാൻ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ മോളുണ്ടായി, മോളെ കണ്ടിട്ടില്ല മുത്തശ്ശൻ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്, അതൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് മുത്തശ്ശൻ്റെ ഒരു ഉണ്ട്, മിസ്സിങ് ഉണ്ട്. അതെ. അദ്ദേഹത്തിന് ഒരുപാട് സൗഹൃദങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതെല്ലാം ലെജൻസ് തന്നെ ആയിരുന്നു. ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും. അപ്പം അവരുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇപ്പോഴും കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. മുത്തശ്ശൻ്റെ ഏറ്റവും അടുപ്പം ദേവരാജൻ അപ്പൂപ്പനായിട്ടായിരുന്നു. ഞാൻ ആ മുത്തശ്ശൻ അത്രയും അടുപ്പമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പൂപ്പൻ എന്നുള്ള പേര്, ദേവരാജൻ മാസ്റ്റർ എന്നാണ് എല്ലാവരും വിളിക്കുക. അപ്പോൾ അദ്ദേഹം എന്നോട്, നീ എന്നെ മാസ്റ്റർ എന്ന് വിളിക്കരുത്, അപ്പൂപ്പൻ എന്ന് വിളിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞ. അങ്ങനെ അപ്പോൾ അത്രയും അവർ തമ്മിലുള്ള ഒരു സഹോദരങ്ങളെ പോലെയുള്ള ഒരു അടുപ്പം അവർ തമ്മിലുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനെയൊക്കെ എടുത്ത് നടന്നിട്ടുണ്ട് കുഞ്ഞിതായിരുന്നു. അപ്പോൾ അച്ഛനത് പറയും. അപ്പോൾ അച്ഛൻ പിന്നെ പറയാം, അത് എത്ര വലിയ ഭാഗ്യമാണ് അച്ഛന് കിട്ടിയിട്ടുള്ളതെന്നൊക്കെ ഉള്ളത്. ആ ഒരു സമയത്തൊന്നും അതിൻ്റെ വില അത്രയും അറിയുന്നില്ലല്ലോ. അപ്പോൾ ദേവരാജൻ അപ്പൂപ്പൻ ഉണ്ട്. പിന്നെ സലിൽദയായിട്ടും വലിയ അടുപ്പമായിരുന്നു. അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇപ്പോൾ MBS സാറായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. ദേവരാജ അപ്പൂപ്പൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല അടുപ്പമുണ്ട്.
ലീലാമണി അമ്മൂമ്മ, ഞാൻ അല്ലെങ്കിൽ അച്ഛമ്മയൊക്കെ ഇടയ്ക്ക് വിളിക്കും. അമ്മൂമ്മ ഞങ്ങളെ വിളിക്കും, സംസാരിക്കും, കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, ഞാൻ പാട്ടുകളൊക്കെ അയച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ആ ഒരു അടുപ്പം ഇപ്പോഴും ഉണ്ട്. ഞാൻ അവിടെ പോയി ചെന്നൈയിൽ പോയാൽ അവിടെ പോയി കാണും, അല്ലെങ്കിൽ അവിടെ പോയിട്ട് താമസിച്ചിട്ടുണ്ട് ഞാൻ അമ്മൂമ്മയുടെ അവിടെ. അപ്പോൾ പിന്നെ അവിടെ വീട്ടിൽ പോയിട്ട് ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു അടുപ്പുണ്ട്. ഇപ്പം റീസെൻ്റ് ആയിട്ട് പാടിയൊരു പാട്ടും യൂട്യൂബിലൊക്കെ നല്ല രീതിയിൽ ഹിറ്റായിരുന്നു. തുലാമഴ എന്ന് പറഞ്ഞിട്ടൊരു song, സിക്കാഡ മൂവിയിലെ. നമുക്ക് ആ ഒരു പാട്ടോടെ ഓക്കെ. തുലാമഴ തൂവൽ തൊടാതെ കിനാവിൽ തിരവേനൽ കാലം നെഞ്ചിലായി വിമോകം ഓരോരാവും പോകെ പെയ്യാതെ ഏതോ മൃദുഭാവം. ഇനി ഇതുപോലുള്ള പാട്ടുകളൊക്കെ ആയിട്ട് അപർണയാണെങ്കിലും സംഗീത ലോകത്ത് തന്നെ നമ്മളെ ഇതുപോലെ പാട്ടുകളിലൂടെ സന്തോഷിപ്പിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് സൈന എന്നുള്ള ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ്. നമ്മൾ അതിനകത്ത് പരിപാടികളും ഇതേപോലെ ഇൻ്റർവ്യൂസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ സൈനയിൽ ഇങ്ങനെ എനിക്ക് കുറച്ച് വിശേഷങ്ങളായിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.